പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ നാടുകളിൽ ഏറെ പേര് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, തിരുസഭയിൽ തന്നെ യേശുവിനെയും സഭയെയും ഒറ്റിക്കൊടുക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന്. സഭ മേലധ്യക്ഷന്മാരുടെ ചില പ്രസംഗത്തിന്റെ പരാമർശനം ഞാൻ കേട്ടു. ചില വൈദികർ പറയുന്നത് കേട്ടു, അവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഞാൻ ധ്യാനിക്കുകയായിരുന്നു, യേശുവിന്റെ സ്നാനം സ്വീകരിച്ച, പരിശുദ്ധാത്മാവിൽ സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവൻ കർത്താവിന്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ മനസ്സിൽ വരുന്ന, നമുക്കറിയാം, വിശ്വവിഖ്യാതനായ ഒറ്റുകാരൻ യൂദാസാണ്. അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഞാനിപ്പോൾ ധ്യാനിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒറ്റുകാരുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം? നമുക്കറിയാം, യൂദാസ് ഒരു ശിഷ്യനായിരുന്നു, ഒരു അപ്പസ്തോലൻ ആയിരുന്നു. കർത്താവ് തെരഞ്ഞെടുത്തു വിശ്വസ്തനായതുകൊണ്ടായിരിക്കണമല്ലോ അവനെ പണസഞ്ചി ഏൽപ്പിച്ചത്. നമ്മൾ അങ്ങനെയാണല്ലോ, വിശ്വാസമില്ലാത്തവരുടെ പേഴ്സ് കൊടുക്കില്ല. അപ്പോൾ കർത്താവ് യേശുനാഥൻ ഏറെ വിശ്വസിച്ച, ഒരു വിശ്വസ്തനെന്ന് ചിന്തിച്ച ഒരു ശിഷ്യനായിരുന്നു. ഇനിയും നമുക്ക് ബൈബിളിലൂടെ ഒന്ന് പരിധി നോക്കാം. എങ്ങനെയാണ് അവൻ ഒറ്റുകാരൻ ആയത്? നമ്മൾ വായിക്കുന്നുണ്ട്, അതിനൊരു കാരണം അവന്റെ കള്ളത്തരമായിരുന്നു. അത് മൂടി വെച്ചിരുന്നു, ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൽ, എപ്രകാരം മറിയം മണ്ണ് കാല് കഴുകി സുഗന്ധ തൈലം പൂശി കർത്താവിന്റെ പാദം ചുംബിച്ചുവെന്നും, അപ്പോൾ അത് കണ്ട യൂദാസ് പറഞ്ഞു, ഞാനത് വായിക്കാം, അവന്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കുന്നതിനായി തക്കം നോക്കിയിരുന്ന യൂദാസ് ഇസ്കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാരയ്ക്ക് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട്, പാവങ്ങളോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പത്യുര അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ്. ഹല്ലേലൂയ. വ്യക്തമായിട്ട് സ്വഭാവം പറയുകയാണ് അവൻ ആരായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരെയും വിശ്വസിക്കാറുണ്ട്, വിശ്വസ്തനെ സങ്കല്പിക്കാറുണ്ട്. എന്നാൽ വിശ്വസ്തയുടെ മുഖം മൂടി ധരിക്കുന്ന ധാരാളം പേർ സഭയിലുണ്ട്, സഭാ നേതാക്കന്മാരിലുണ്ട്, വിശ്വസ്തരെ നമ്മൾ സങ്കല്പിക്കുന്നവരിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മോട് പറയുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനിയും അവൻ ഒറ്റുകാരനായ വിധം നമ്മൾ 13-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നമുക്കറിയാം, അത് അവസാനത്തെ അത്താഴത്തെപ്പറ്റി വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ കാല് കഴുകുന്നതും കാല് കഴുകി മുത്തുന്നതും പരസ്പരം സഹിക്കണമെന്ന കൽപ്പന കൊടുക്കുന്നതുമെല്ലാം ഈ അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുന്നുണ്ട്. ഇനിയും അവിടെ വച്ചാണ് തന്റെ ഒറ്റിനെപ്പറ്റി യേശു മുൻകൂട്ടി പറയുന്നത്. നമുക്ക് പറയാൻ സാധിക്കും, അത് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് വ്യക്തമായിട്ട് യേശുനാഥൻ 13-ാം അധ്യായം യോഹന്നാൻ 21 മുതൽ വചനങ്ങളിൽ പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈശോ അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാൻ ഈശോയുടെ മാറിൽ ചേർന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ യേശുവിന്റെ വശത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവ്, അവൻ ആരാണ്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ ഇസ്കറിയോത്തയുടെ മകൻ യൂദാസിന് കൊടുത്തു. ഇനി അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. ആദ്യത്തെ ദൈവബലി അർപ്പണം, ആദ്യത്തെ ദൈവബലി സ്വീകരണം, ഇതാണ് നമ്മൾ യൂദാസിൽ ഇപ്പോൾ കാണുന്നത്. ഈശോ കുർബാന സ്ഥാപിച്ചത് അവനോടുകൂടിയായിരുന്നു, മറ്റപ്പസ്തലന്മാരും കൂടെ കൂടി. ആദ്യമായിട്ട് അവർ അവന്റെ ശരീരം ഭക്ഷിക്കുന്ന ആണ് ആദ്യ കുർബാന സ്വീകരണം നമുക്ക് വേണേൽ പറയാം.
അപ്പോൾ സംഭവിച്ചത് എന്ന് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് യേശുവിനോട് ഐക്യപ്പെട്ട് അവനെ പോലായിത്തീരാനാണ്. ഞാൻ എന്നിലും ഞാൻ നിന്നിലും നീ എന്നിലും എന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെയാണ് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നു. എന്നാൽ ജൂദാസ് സ്വീകരിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ കയറിയത് ഈശോ അല്ല, വ്യക്തമായി പറയുന്നു പിശാചാണ്. ഇനി യേശു പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിന് ഇരുന്നവരിൽ ആരും അവനിത് എന്തിനു പറഞ്ഞു എന്നറിഞ്ഞില്ല. പണസഞ്ചി ജൂദാസിന്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുവോ എന്നായിരിക്കാം യേശു പറഞ്ഞത് എന്ന് അവർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. നമുക്കറിയാം ബൈബിളിൽ അന്ധകാരം രാത്രി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വാസസ്ഥലം എന്നാണ്. അപ്പോൾ കർത്താവിന്റെ പക്കൽ നിന്നേ പോയി. കർത്താവ് ആരാണ്? പ്രകാശം. ആ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് പോവുകയാണ് പിശാചിനെയും കൊണ്ട്. അപ്പൊ പിശാചിന്റെ വാസസ്ഥലമാണ് അന്ധകാരം എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇനിയും അവനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒന്ന് ഓർക്കണം. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 26-ാം അധ്യായത്തിൽ യൂദാസിന്റെ വഞ്ചന. അതുകൂടെ ഞാൻ വായിക്കട്ടെ. 12 പേരിലൊരുവനായ യൂദാസ് കറിയാത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്കെന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഞാനിത് പറയുവാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഈ ഒറ്റുന്ന ഒരു പിശാച്, ഒറ്റിക്കൊടുക്കുന്ന പിശാച് ഇവന്റെ ഉള്ളിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ പ്രവേശിക്കുന്നു. ഇനി ഇവൻ പുറത്ത് അന്ധകാരത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു പ്രധാന പുരോഹിതനുമായിട്ടാണ് സംസാരിക്കുന്നത്. പുരോഹിതൻ, ഓർക്കണേ, പണവുമായിട്ട് ഇടപെടുകയാണ്. എന്നിട്ട് 30 വെള്ളി നാണയത്തിന് ഒരു എഗ്രിമെന്റ് നടത്തുകയാണ് ഈശോ ഒറ്റിക്കൊടുക്കാൻ. ഇവിടെ പല കാര്യങ്ങൾ ചിന്തിക്കണം. ഇന്നും വൈദികരിൽ ഞങ്ങളിൽ പലരും ഒറ്റുകാരാണ്. സത്യം. പണസഞ്ചിയിൽ ഒരുപക്ഷെ ആർത്തി വച്ചിട്ടുള്ളവർ ആണ്, പണത്തോട് പ്രതാപത്തോട് ഒക്കെ. ഇനി ഇതെല്ലാം വെച്ചുകൊണ്ട് ബലിയർപ്പിക്കുന്നത് ഒരു പക്ഷെങ്കിൽ നടക്കുന്നില്ലേ നമ്മുടെ തിരുസഭയിൽ? ഇനി അതങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും 1 കൊറിന്തോസ് അധ്യായം 11 വളരെ വ്യക്തമായിട്ട് വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ ബലിയാണ് എന്ന് പറയുന്നു. ഇനി 11-ാം അധ്യായം 1 കൊറിന്തോസ് 11-ാം അധ്യായം പറയുന്നു, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ, അതാണ് സഭ ഒന്നിച്ചു കൂടുക എന്നുള്ളതിന്റെ ഉദ്ദേശം. ഇനി പറയാണ്, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത്, കാരണം നിങ്ങൾ ഓരോരുത്തരും ഭിന്നതയിൽ ആണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കേരള സഭയിൽ, പ്രത്യേകിച്ച് ആഗോള സഭയിലുമുണ്ട് കേട്ടോ, ഒരു കാര്യം കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനിയും അതായത് ഒന്നിച്ചു കൂടുമ്പോൾ, ബലിക്കായി ഒന്നിച്ചു കൂടുമ്പോൾ പിണക്കവും രോഷവും ക്ഷമിക്കാതെ രമ്യപ്പെടാതെ ബലി അർപ്പിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും 27 മുതൽ വചനങ്ങൾ. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടംനേഷൻ, നിത്യവിധി എന്നാണ്. സത്യത്തിൽ ഇതാണ് യൂദാസിന് സംഭവിച്ചത്. അവൻ അപ്പക്കഷണം യേശുവിന്റെ ശരീരം ഭക്ഷിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ശിക്ഷാവിധിയാണ് അവൻ സംഭവിച്ചത്. എന്ന് വേറെ പറഞ്ഞാൽ അവൻ നരകതുല്യമായൊരു മനോഭാവത്തിലേക്ക് മാറി. ശപിക്കപ്പെട്ടവനായി നമ്മൾ പറയും. കൊണ്ടാണല്ലോ പോയി തൂങ്ങിച്ചത്തത്.
നമുക്കറിയാൻ സാധിക്കും ഈ ആത്മാവ് ഇന്ന് പലയിടത്തുമുണ്ട്. ഒരു പുറമേയുള്ള തൂങ്ങിച്ചാകൽ അത് കൂടുതലുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. കൂടുതലായിട്ട് ആത്മീയമായി തൂങ്ങിച്ചത്തവരുണ്ടെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. കാരണം ഇപ്രകാരം നമുക്കറിയാം, സഭയിൽ വിശ്വാസം കുറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുന്നതും വിശ്വാസമില്ലാതെ ബലിയർപ്പിക്കുന്നതും സ്വീകരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും കയ്യിലെടുത്ത് പറയുകയാണ്, ഇതെന്റെ ശരീരമാകുന്നു, ഇതിന്റെ രക്തമാകുന്നു. എന്നിട്ട് പഠിപ്പിക്കുന്ന പുരോഹിതൻ പറയുകയാണ്, ഇത് രക്തരഹിത ബലിയാണെന്ന്. ഇതിപ്പരം നുണയുണ്ടോ? ഇനി വേറെ ചിലർ പറയുന്നത് പ്രതീകാത്മകമാണ്. എന്നാൽ സത്യസഭ പഠിപ്പിക്കുന്നു, അപ്പവും വീഞ്ഞും മുഴുവനായിട്ടും സത്ത മാറി യേശുവിന്റെ ശരീരവും രക്തവുമാകുന്നുവെന്ന്. ഇന്ന് സയന്റിഫിക്കായിട്ട് നമുക്കറിയാം, വളരെയധികം പഠനമുള്ള ഓരോരുത്തരും പഠിപ്പിക്കുന്നതും പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാരും പറയുന്നു, അത് പിടഞ്ഞു മരിക്കുന്ന ഒരു വേദനയോടെ മരിക്കുന്ന ഒരാളുടെ ഹൃദയത്തിന്റെ പേശികളായി മാറുന്നു. ഇതൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാലും ഇന്നും പ്രസംഗിക്കുന്നത് ഇത് പ്രതീകാത്മകം ആണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മയാചരണമാണ്. ഇവിടെയാണ് പെരും നുണ. ഈ നുണയോടുകൂടി, ഈ മനോഭാവത്തോടെ ബലിയർപ്പണം, അങ്ങനെ ബലി സ്വീകരിക്കുന്നു, അപ്പവും വീഞ്ഞും അഥവാ ശരീരവും രക്തവും ഭക്ഷിച്ചു പാനം ചെയ്യുന്നു. ഇവിടെയാണ് പിശക് കിടക്കുന്നത്. ഇന്ന് കേരളത്തിൽ കൂടി അതുകൊണ്ടാണ് ഒറ്റുകാരുടെ എണ്ണവും കൂടുതൽ. ഈ ഒറ്റുകാരന്റെ അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നത്. അപ്പം ഒറ്റുന്ന ഒരു പിശാചുണ്ട്. ഈ പിശാച് പലരും പ്രവേശിക്കുന്ന ഇങ്ങനെയാണ്. ഇനി അതിന് ശേഷം പറയുന്ന ഒരു മനോഹരമായ ഒരു ഭാഗം കൂടി ഉണ്ട്. ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങൾ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. ഞാൻ ഓർക്കാൻ നമ്മുടെ കാരിസ്മാരുടെ വിജയലക്ഷ്മി ഇതിനെപ്പറ്റിയൊക്കെ വളരെ പച്ചക്കെ പറയുന്ന പ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇന്ന് ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ. ഞാനിത് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനോ പ്രകോപിപ്പിക്കാനോ അല്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ എന്നോട് ക്ഷമിക്കൂ. പക്ഷേ സത്യം ഞാൻ തുറന്നു പറയുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒറ്റിക്കൊടുക്കൽ ഉണ്ടാകുന്നു? ഈ ജൂദാസിന്റെ മനോഭാവം കയറിപ്പറ്റുന്നത് കൊണ്ടല്ലേ? പിശാച് ഒരിക്കലും സത്യത്തിൽ നിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ചു തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. എന്തെന്നാൽ അവൻ നുണയനും നുണയന്റെ പിതാവുമാണ്. യോഹന്നാൻ 8:44 നമ്മൾ വായിക്കുന്നു. അപ്പോൾ ബലി അർപ്പണത്തിൽ നുണ, സ്വീകരിക്കുന്നതിൽ നുണ, ഇതിനുള്ള കർമ്മങ്ങൾ നടത്തിയതിൽ നുണ, ഇതെല്ലാം പിശാചിനെ വിളിച്ചു വരുത്തൽ ആണ്, അഥവാ ജൂദാസിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തൽ. അതുകൊണ്ടാണ് സഭയെ ഒറ്റിക്കൊടുക്കുന്നവരുടെ എണ്ണം ഇനി അറ്റം വൈദികരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെ ഇടയിൽ പോലും ഉണ്ടെന്ന് ആളുകൾ പറയാൻ കാരണം, ആളുകളല്ല അവർ തന്നെ പറയാൻ കാരണം. ഇവിടെ ഒത്തിരി ആത്മശോധന ആവശ്യമാണ്. നമുക്കറിയാം, ജീവന്റെ സ്രോതസ്സായ വിശുദ്ധ ബലി, ദിവ്യകാരുണ്യം ഇന്ന് അനുഗ്രഹപ്രദമായും ഫലപ്രദമായും കർത്താവ് സ്ഥാപിച്ചതുപോലെ, കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുന്നില്ല എന്ന്. സ്നേഹമാണല്ലോ ദിവ്യബലി, കാരുണ്യമാണല്ലോ ദിവ്യബലി. ദിവ്യകാരുണ്യമെന്നാണ് നമ്മൾ പറയുന്നത്. സ്നേഹിക്കാനാണ് യേശു വന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ പ്രകടനമാണ് കുരിശിലെ മരണം, ആ ചങ്ക്, ആ മാറ് പിളർന്നത്. ഇതാണ് ഓരോ ബലിയിലും സംഭവിക്കുന്നതും എന്നോർക്കുക. ഇത്ര ഗൗരവമായിട്ട് അതിനെ എടുത്തുക്കുന്നവർ എത്ര പേരുണ്ട്. നമുക്കറിയാം, ആ കാൽവരി യാഗവും അവസാനത്തെ അത്താഴവും സമ്മേളിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ബലി. ഇന്ന് നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞും ഭിന്നിച്ചുമാണ് ഇരിക്കുന്നത്. പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ അത് അർപ്പിക്കേണ്ട വിധങ്ങളും റീത്തുകളും എല്ലാം പറഞ്ഞ് ഏതെല്ലാം തരത്തിൽ വിജാതിയുടെ ഇടയിൽ പോലും നമ്മൾ വളരെ മോശമായിട്ട് അറിയപ്പെടപ്പെടുന്നു. ബലിയർപ്പണത്തിനെ പറ്റി എത്ര മോശമായിട്ട് നമ്മളെ തരം താഴ്ത്തിയവർ കാണുന്നുണ്ട്. ഞാനതൊക്കെ പോട്ടെ, അവർ പറയുന്നത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്.
പിന്നെയോ എന്തുകൊണ്ട് സഭയിൽ ഒറ്റുകാട് എണ്ണം വർദ്ധിക്കുന്നു? സഭയെ വേണ്ട എന്ന് വയ്ക്കുന്നു, പകലിൽ നിറങ്ങിപ്പോകുന്നു. മാത്രമല്ല സഭയും വൈദിക മേലധ്യക്ഷന്മാരെയും മോശമായിട്ട് പറയുന്നു, മോശമായ മനോഭാവത്തോടെ വീക്ഷിക്കുന്നു. വൈദികരെയും വൈദിക മേലധ്യക്ഷന്മാരെയും ഏറെ പുച്ഛത്തോടെ നോക്കാൻ കാരണം ഈ ജൂദാസിന്റെ പിശാച്, ജൂദാസിന്റെ ദുഷ്ടാരൂപി ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഏറ്റവും വേഗം വിശുദ്ധ കുർബാന അതീവ സ്നേഹത്തോടെ, അതീവ ഭക്തിയോടെ, അതിന്റെ തനിമയിൽ അർപ്പിക്കാൻ സമാഗതമായിരിക്കുന്നു സമയം. അത് എല്ലാവരോടുമായിട്ട് പറയുകയാണ്. ഏത് രീതിപ്പെട്ടവരായാലും, അത് വെറും മനുഷ്യരോടായാലും, അഥവാ വൈദികരോടായാലും, കന്യാസിയോടായാലും, വൈദിക മേലധ്യക്ഷന്മാരോടായാലും, ഇനിയും അമാന്തിക്കാതെ എങ്കിൽ, നമ്മൾ സ്നേഹത്തിൽ ബലി അർപ്പിച്ചില്ല എങ്കിൽ ഈ ഒറ്റക്കിടക്കലിലൂടെ തന്നെ സഭ നശിക്കുകയാണ്. വേദനയോടെ പറയുന്നു, സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിക്കാം, സ്നേഹത്തിൽ ഒന്നായി ബലിയർപ്പിക്കാം. മാത്രമല്ല വിവിധങ്ങളായി പഠനങ്ങൾ, പ്രതീകാത്മകം മാത്രം, ഓർമ്മയാചരിക്കൽ മാത്രം, രക്തരഹിതം എന്നൊക്കെ പറയാതെ ദൈവത്തെ ഓർത്ത് ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന സത്യത്തെ മുറുകെ പിടിക്കുക. യേശു ഇന്ന് ശരീരരക്തങ്ങളോടെ നമ്മോടുകൂടി വസിക്കുകയാണ്. എമ്മാനുവൽ. ആ വാസം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നു. ഇപ്രകാരം തെറ്റായ പഠനങ്ങൾ, വളച്ചുകെട്ടിയുള്ള പഠനങ്ങൾ, അർപ്പണങ്ങൾ നടക്കുന്നത് കൊണ്ട്. പിതാവ് പുത്രനെ അയച്ചത് നമ്മോടുകൂടി ആയിരിക്കാൻ ആണ്. പർദീസായിൽ ആരാണ് നഷ്ടമായത്? ആ എമ്മാനുവൽ അനുഭവം. അതുകൊണ്ടാണ് മാലഹായിലൂടെ, ഗബ്രിയേൽ മാലഹായിലൂടെ ഔഷപിതാവിനോട് പറഞ്ഞത് അവനെ വിളിക്കേണ്ടത് എമ്മാനുവൽ എന്നാണ്. ആരും അവനെ എമ്മാനുവലിന് വിളിച്ചില്ല എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നു. ഇപ്പോൾ ആ എമ്മാനുവൽ അനുഭവത്തിലായിരിക്കുവാൻ, അതാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ന് നമുക്കറിയാം. ഈശോയുടെ ഉയർപ്പിന്റെ രഹസ്യം നമ്മൾ വായിക്കുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ സംസാരിച്ചപ്പോൾ രണ്ട് അപ്പസ്തലന്മാർ പറഞ്ഞത് അവൻ ഇന്നും ജീവിക്കുന്നു. അതാണ് സത്യത്തിൽ അന്ന് സ്ത്രീകൾ അവരോട് പറഞ്ഞത്. അപ്പോൾ ആ ശൂന്യമായ കല്ലറുടെ അർത്ഥം യേശുക്രിസ്തു ഇന്നും നമ്മോട് ജീവിക്കുന്നു. എമ്മാനുവൽ, നമ്മോടുകൂടി ഒരു ദൈവമുണ്ട്. ഈ അനുഭവം ഇന്ന് ഇല്ലാതെ വരുന്നു പ്രിയപ്പെട്ടവരെ എന്ന് സ്നേഹത്തോടെ പറയുകയാണ്. ഏറെ ആളുകളുമായിട്ടും ഞാൻ ഇടപെടുന്നത് കൊണ്ടും അവരുമായി സംസാരിക്കുന്നതുകൊണ്ടും അതിന്റെ എല്ലാം വെളിച്ചത്തിൽ ഈ അതിഭയങ്കരമായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ മാരക പാപങ്ങൾ പോലും ഉള്ളിൽ വെച്ച് കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുന്നു. കാരണം പാപത്തെപ്പറ്റി പറയാൻ ഇന്ന് പറയേണ്ടവർ പറയാൻ കൂട്ടാക്കുന്നില്ല. ഈ സുവിശേഷമെല്ലാം പ്രസംഗിച്ച് രോഗശാന്തിയും കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ പ്രാർത്ഥനയുമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് ഹൃദയശുദ്ധി വരുത്തിയുള്ള ആ കുർബാന സ്വീകരണം പോലും ഇന്ന് ഇല്ലാതെ വന്നിരിക്കുന്നു എന്ന് പറയണം. ഇനി ആ കുംസാരിപ്പിക്കാൻ ഇരിക്കാൻ പോലും അച്ഛന്മാർ കൂട്ടാക്കുന്നില്ല എന്ന വലിയ വേദനാജനകമായ കാര്യവും നമ്മുടെ ഇടയിൽ നടക്കുകയാണ്. ഏറെ പേര് പറയും, ഒന്ന് കുംസാരിക്കാൻ ചോദിക്കുമ്പോൾ പറയുന്നത് നേരമില്ല, പിന്നെ വാ, നിനക്ക് പാപമൊന്നുമില്ല, നീ പോയി കുർബാന സ്വീകരിച്ചു എന്നൊക്കെ വളരെ അലക്ഷ്യമായി പറയുന്ന വൈദികർ ഉണ്ട്. അവരുടെ നാമത്തിൽ ഞാൻ നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു. എന്റെ വൈദികരെ ഒന്നോർക്കണമേ, നമുക്ക് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാൻ പറ്റൂ. നമുക്ക് മാത്രമേ അധികാരം തന്നിട്ടുള്ളൂ. ഒരു കരിസ്മാറ്റിക്കിനോ കരിസ്മാരി നേതാവിനോ എത്ര വരദാനം ഉണ്ടെങ്കിലും പാപം ക്ഷമിക്കാൻ കഴിയില്ല. നമുക്ക് പാപം ക്ഷമിക്കാനുള്ള അധികാരം കർത്താവ് തന്നു. കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കുക. അത് കണ്ണീരോടെ ഞാൻ പറഞ്ഞത് സന്തോഷത്തിന്റെ കണ്ണീരോടെ. ഇന്നത്തെ ലോകത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പാപമാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് പാപമായി മാറിയതും പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് ബലിയർപ്പിച്ചതും. ഈ ബലിയർപ്പിക്കുന്നവരാണല്ലോ വൈദികരായ നമ്മൾ. ആദ്യമേ നമ്മൾ കാണേണ്ടത് നമ്മുടെ ആളുകൾ ശുദ്ധ ഹൃദയത്തിൽ ശരീരവും രക്തവും സ്വീകരിക്കുന്നു എന്ന് കാണാനാണ്. അതൊന്ന് കുമ്പസാരിപ്പിക്കാൻ ഇരിക്കണം, ഇരുന്നേയും മതിയാവൂ. നമ്മുടെ ധർമ്മങ്ങളിൽ ഏറ്റവും വലിയ ഒന്നാണ് യേശുവിനെ പോലായി അവരുടെ പാപങ്ങൾ നിഹനിക്കുക എന്നത്. പാപങ്ങൾ നിഹനിക്കുന്ന ദിവ്യ കുഞ്ഞാട് ഈശോയാണ്. അതെ, നമുക്കെല്ലാം നമ്മളെയും മറ്റുള്ളവർ പറയുന്നത് വേറൊരു ക്രിസ്തു എന്നാണ്. എന്റെ പ്രിയ അച്ഛന്മാരെ,
അതുകൊണ്ട് ദയവായിട്ട് കുമ്പസാരിപ്പിക്കുക. നല്ല വിശുദ്ധ കുർബാന സ്വീകരണങ്ങൾ നടക്കുന്നുവെന്ന് ബോധ്യം വരുത്തുക. ഈശോ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ആത്മാവ് പ്രചോദിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ആരെയും കുറ്റപ്പെടുത്താനോ ഒരു വിഭാഗിക ചിന്ത ഉണ്ടാക്കാനൊന്നും പറഞ്ഞല്ല. അതെ, ഒറ്റുകാരുടെ എണ്ണം വർദ്ധിക്കുന്നു. നമുക്ക് ഒറ്റുകാരാകാതിരിക്കാം. നമുക്ക് മറ്റു ശിഷ്യരെ പോലെ, അതെ, പ്രത്യേകിച്ച് ആ യോഹന്നാനെ പോലെ കർത്താവിന്റെ വശത്തോട് ചേർന്ന് നിൽക്കുന്നവരാകാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്.